നമ്മൾ ഈ വിദേശ യാത്രകൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? എല്ലാവരും ഇപ്പോൾ വെക്കേഷനാണ്. നമ്മൾ ഒരു തരത്തിലും ട്രാവൽ ചെയ്യാത്ത ആൾക്കാർ പോലും ഒരു ഫോറിൻ ട്രാവൽ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാന്നുള്ളത് ഒരു നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കുറേ രാജ്യങ്ങളെ കുറിച്ച് നോക്കിയ സമയത്ത് നമുക്കൊരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ഫ്ലോ കൂടുതലുള്ള ഒരു കൺട്രി ആയിട്ട് തോന്നിയത് ദുബായ്. ദുബായ് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണം എല്ലാ വർഷവും അട്രാക്ഷൻസ് ഇവർ കൂടുതൽ അട്രാക്ഷൻസ് കൂട്ടിയിടുക. ഇപ്പം അബുദാബി ടെമ്പിൾ, ബാബ്സ് ടെമ്പിൾ, ശിലാക്ഷേത്രം, അത് വളരെ നല്ലൊരു അട്രാക്ഷനാണ്. ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഗ്രാൻഡ് മോസ്ക് പിന്നെ മുമ്പേ ഉള്ളതാണ്, പക്ഷെ അതും അടിപൊളി ആർക്കിടെക്ചർ, അതിൻ്റെ കൈൻറ്റ് ഭയങ്കര സംഭവമാണ്. ദുബായിലേക്ക് വന്നാലും ഉള്ളതല്ലേ അട്രാക്ഷൻസ്. ഇപ്പം മിറാക്കിൾ ഗാർഡൻ ഒക്കെ ഒരു മാജിക്കൽ ഗാർഡനാണ്. അതുപോലെ നമുക്ക് ഗ്ലോബൽ വില്ലേജിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു സീസൺ അറിയോ ലിബിൻ എങ്ങനെയാണെന്നുള്ളത്? എങ്ങനെയാ ഗ്ലോബൽ വില്ലേജ്? ജനുവരി ആയിരിക്കും അതിന്റെ ഏറ്റവും കൂടുതൽ പീക്ക് ടൈം എന്ന് തോന്നുന്നു. കാരണം കൂടുതൽ സ്റ്റാളുകളൊക്കെ ആ ഒരു ടൈമിലായിരിക്കും ഉണ്ടാവുക. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ജനുവരിയിലാണ് അതിന്റെ ഒരു പീക്ക് ടൈം വരുന്നത്. അതായത് ഈ ഡിസംബർ ജനുവരിയാണ് ഐഡിയൽ. ഇപ്പം നമ്മൾ ഏത് രാജ്യം എടുത്താലും അവിടെ നമുക്ക് പോകാൻ പറ്റിയ ഒരു നല്ല വെതറുള്ള ഒരു ടൈം ഉണ്ടാവും. ഇപ്പം നമ്മുടെ സിംഗപ്പൂർ ആണെങ്കിൽ ഡിസംബർ ഒരു ഐഡിയൽ ടൈമാണ്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ദുബായ്. നമ്മൾ GTHന്റെ ബെസ്റ്റ് സീസൺ ടൂറിസ്റ്റിൽ വരുന്ന 2 ട്രിപ്പുകളാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ദുബായിൽ തന്നെ മിറാക്കിൾ ഗാർഡൻ ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫെബ്രുവരി മാർച്ചോടുകൂടിയൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു പരിപാടി മിറാക്കിൾ ഗാർഡൻ. ഇത് ഈ ഗ്ലോബൽ വില്ലേജ് കാണാനാണ് നമ്മൾ ജനുവരി മാസത്തിൽ യാത്ര ചെയ്യേണ്ടത്. ആ സമയത്ത് പോയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അല്ല ലിബിൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഏകദേശം എത്ര സ്റ്റാളുകൾ ഉണ്ടായിരുന്നു? എത്ര രാജ്യങ്ങളുടെ 100+ സ്റ്റാൾ ഉണ്ടായിരുന്നു. നമുക്ക് ലോകം ഒരു കുടക്കീട് എന്ന രീതിയിൽ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തു. വ്യത്യസ്തമായ ഭക്ഷണ വൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രധാരണങ്ങൾ, ഓരോ രാജ്യത്തിലെയും കൾച്ചറൊക്കെ വളരെ അടുത്തറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗ്ലോബൽ വില്ലേജ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് ഗ്ലോബൽ വില്ലേജിന്റെ എനിക്ക് ഈ കൾച്ചറും ഇവരുടെ ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ആർട്ട് ഫോംസ് അവിടെ അവരെ പവലിയന്റെ ഫ്രണ്ടിൽ ആർട്ട് ഫോംസ് ഓരോ രാജ്യത്തിന്റെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബുർജ് ഖലീഫയുടെ 125th ഫ്ലോറിൽ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ബുർജ് ഖലീഫയുടെ ഏറ്റവും ടോപ്പിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വൈബ് അത് ശരിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കി. ഏറ്റവും ടോപ്പ് നമ്മൾ തന്നത് അത്രയും ഈ ലൈറ്റിംഗ് സിറ്റിയാണ് ദുബായ്. ഫുൾ ലൈറ്റും ആൻഡ് വലിയ ബിൽഡിങ്സും ഒക്കെ ആയിട്ട് നമുക്കൊരു ഒരു ഫീൽ ഗുഡ് മൊമെന്റ് വരുന്ന ഒരു. നമുക്ക് ദുബായ് മാത്രമല്ല, ഷാർജ അതുപോലെ തന്നെ അബുദാബി കണക്ട് ചെയ്യുന്നുണ്ട്. അത് ആ പ്രോഗ്രാം 3 എമിറേറ്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. അബുദാബിയിൽ തുടങ്ങി നമ്മൾ ഡേ ടൂറുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ ഓവർനൈറ്റ് സ്റ്റേ കൊടുത്ത് നമ്മൾ ആ യാസ് ഐലൻഡിലൂടെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് ദുബായിലെത്തി ഷാർജയിൽ നിന്ന് മടങ്ങും. 3 എമിറേറ്റ്സ് ഉള്ള ഒരു ടൂറാണ്. നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാം. ഫോർ സ്റ്റാർ ഹോട്ടൽസ് അല്ല, അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ലൊക്കേഷൻ പ്രിഫർ ചെയ്യണം. ദുബായ് പ്രൈം ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ടും എല്ലാവർക്കും ഒരു താല്പര്യപ്പെടുന്ന ഒരു. അപ്പോൾ ഈ സീസൺ ടൈം എല്ലാവരും എൻജോയ് ചെയ്യട്ടെ അല്ലേ? ദുബായ് യാത്രകൾ ജനുവരി 15 കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യട്ടെ ദുബായ്.